എനിക്കൊന്ന് എക്സ്ട്രീയുടെ ആദ്യത്തെ ടർഫാണ് ഗൈസ് ഇത്. പക്ഷേ ഓൾറെഡി അവർക്ക് 10 മിനിറ്റോളം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഓൾറെഡി വന്നു. സോൺ ഷിഫ്റ്റായി കഴിയുകയും ചെയ്തോ? യെസ്, സോൺ ഷിഫ്റ്റായി കഴിയുകയും ചെയ്തു. ഓക്കെ, എക്സ്ട്രീ സോണിൽ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി സോൺ ഷിഫ്റ്റായി. അപ്പോൾ KV എല്ലാം ഓൾറെഡി പൊസിഷനിലുണ്ട്. അവർക്കപ്പോൾ ടൈറ്റ് ആയിരിക്കും. സോണിൻ എൻട്രി എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇനി എക്സ്ട്രിക്ക് ആ ഒരു സോൺ എൻട്രി ഒട്ടും എളുപ്പമായിരിക്കില്ല. എക്സ്ട്രി എല്ലാ സൈഡിൽ നിന്ന് എൻട്രി ചെയ്യാൻ നോക്കുന്നുണ്ട്. എക്സ്ട്രി ആ ഒരു വണ്ടീനെ ഒരു സ്പോട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. എല്ലാ ആംഗിളിൽ നിന്നും സ്പ്രേ വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രിക്ക് സോൺ എൻട്രി കിട്ടാൻ വളരെ പാടായിരിക്കും. ഓക്കെ, അവർ 5 വണ്ടിയുണ്ട്. എക്സ്ട്രി ഈ ഒരു ആംഗിളിൽ നിന്നാണ് പുഷ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. എക്സ്ട്രി ട്രൈ ചെയ്യാൻ പോകാമെന്ന് തോന്നുന്നു. എന്തായാലും അവരിവിടുന്ന് ഇൻഫർമേഷൻസ് എടുത്തോണ്ടിരിക്കുകയാണ്. ആരുടെ അങ്ങനൊന്നുമില്ല, കോമൺ വണ്ടിയല്ലേ. അയ്യോ, ഞാൻ ഗോഡ് മോഡില്ല. അപ്പോൾ ഞാൻ സ്പോൺ ചെയ്ത വണ്ടിയുടെ ടയർ പൊട്ടത്തില്ലേ? ഓ, കളിക്കാൻ പറ. കല്ലി വല്ലി ടയറൊക്കെ എന്തിനാന്ന് ചോദിക്കും അവരോട്. കൊല്ലാൻ പറയോട്ടെ. ഏത് ഓടിക്കുന്നു? ഞാൻ ഓടിക്കുന്ന വണ്ടിക്കോ? ഉറപ്പല്ലേ? ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് ഇതടിച്ചിട്ടേ ഇവരുടെ T-40 സെൻറ്ററിൽ വണ്ടി എടുത്തിട്ടുണ്ടോ? അന്നേരം പൊട്ടാത്ത വണ്ടി അവരുടെ അടുത്ത് കൊണ്ട് കൊടുക്ക്. മനസ്സിലായോ? അങ്ങോട്ട് ട്രാക്ക് ചെയ്യണ്ട, വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഏത് വണ്ടിയുടെ ടയറാ പൊട്ടാത്ത ചെക്ക് ചെയ്ത് നോക്ക്. സമയം പൊക്കൊണ്ടിരിക്കുവോ? മനസ്സിലായോ? ടൈം കളയരുത്. അയ്യോ, പച്ചക്കുതിര. അയ്യോ, ഞാനൊരു കൊലപാതകിയായടാ. അയ്യോ പണത്തിനല്ല, കൊലപാതകയായിരിക്കെ ഞാന്. ഒരു ഉറുമ്പിനെ പോലും നോയിക്കാത്ത മനുഷ്യനാണ് ഞാൻ. അറിയാം അവർക്കിന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ലായിരിക്കും, പക്ഷെ സത്യമാണ്. എങ്ങോട്ട് പോയി എന്ന് ഞാൻ അറിഞ്ഞു. ഇത്ര മുമ്പ് ചെറിയ സാധനമായിട്ട് വരുമെന്നത്. ജനിച്ചു വീടേ ഉള്ളതെന്ന് കുഞ്ഞുമല്ലാന്ന് നീ. പോട്ടെ, സാരല്ല. ഓക്കെ, എക്സ്ട്രീയുടെ പ്ലേയേഴ്സ് എല്ലാവരും വണ്ടി എടുത്ത് ഇവിടെ കുത്തിയിട്ടുണ്ട്. അവിടെ പിറ്റിംഗ് നടക്കുന്നുണ്ട്. കക്കാച്ചി അവരെ വിടാതെ പിന്തുടരുന്നുണ്ട്. എക്സ്ട്രീയുടെ പ്ലേയേഴ്സിനെ ഓൾറെഡി മൈക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ പ്ലേയേഴ്സ് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിഞ്ഞിരിക്കുന്നത്. എക്സ്ട്രീയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഏരിയയിലോട്ട് വന്ന് ലെഗസി അവിടുത്തെ മേളിൽ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. എക്സ്ട്രീയുടെ വണ്ടി ലോക്ക് ചെയ്യുന്നുണ്ട്. എക്സ്ട്രീയുടെ പ്ലേയേഴ്സ് ഡൗൺ ആവാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്, പക്ഷേ ആ ഒരു പിക്ക് എടുക്കാൻ അവിടെ ലെഗസി സാധിച്ചില്ല. മൈക്ക് അവിടെ ഓടിയെത്തി ബൈ ഫുഡ്, ബട്ട് അവിടെയും മൈക്കും അവിടെ ഒരു പിക്ക് എടുക്കാൻ സാധിച്ചില്ല. ലെഗസി അതേപോലെ തന്നെ ഗണേഷ് കുമാർ നല്ലൊരു സ്പ്രേ ആണ് ചെയ്യുന്നത്. എക്സ്ട്രീയുടെ വണ്ടികൾ അവിടുന്ന് മൂവായിട്ടുണ്ട്. കക്കോശി വിടാതെ തന്നെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KV ഇപ്പോൾ കറന്റ് ഈ ടർഫിന് എല്ലാ ഏരിയയിലും KVയുടെ ഇൻഫ്ലുവൻസ് കറന്റ് ഉണ്ട്. എന്താണ് എക്സ്ട്രിക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അവർക്ക് ഓൾറെഡി തന്നെ സമയം അവർക്കെതിരെയായിരുന്നു. ടർഫ് സ്റ്റാർട്ടായി 10 മിനിറ്റിന് ശേഷമാണ് അവർക്ക് സോണിൻ്റെ അകത്ത് തന്നെ കയറാൻ സാധിച്ചത്. ബട്ട് എങ്ങനെ ഈ ഒരു മാച്ച് അവർ കളിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. മാച്ച് എപ്പോൾ വേണമെങ്കിലും തിരിയാം. ഒരു നല്ലൊരു ഹാർഡ് പുഷ് മതി കളി മാറിയാൻ. ഓക്കെ, എക്സ്ട്രീയുടെ പ്ലേയേഴ്സിനെ അവർ സ്പോട്ട് ചെയ്തിരുന്നു. അവർ എൻ്റെ മണ്ടയ്ക്കോട്ട് കയറാനാണോ വണ്ടി കയറാനാണോ ഓടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ സംഭവം? ഓ, വണ്ടി കയറാനായിരുന്നു തോന്നുന്നു കേട്ടോ. എന്നാൽ വണ്ടി അവർ അടുക്കലോട്ട് എത്തിച്ചാൽ പോലായിരുന്നു. ഓക്കെ, മ്യൂട്ടല്ലേ ഇറക്കിയ ഞാൻ? അപ്പോൾ ഞാൻ സംസാരിച്ചാൽ ഇറക്കി കേട്ടെ. ഓ, അങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ വണ്ടി 3 വണ്ടികളാണ് ഇപ്പോൾ ആ ഒരു ടയർ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഓൾറെഡി പൊസിഷനിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തൊരു സോൺ ഷിഫ്റ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രിക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടാകും. പക്ഷേ ഈ ഒരു സോണിൽ തന്നെ എക്സ്ട്രി അകത്ത് കയറണം. പക്ഷേ അവർക്ക് ഒരു എൻട്രി എങ്ങും അവർ KVയെ അനുവദിച്ച് കൊടുക്കുന്നില്ല. ഓക്കെ, ഓൾറെഡി സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. ഓൾറെഡി സോൺ ഷിഫ്റ്റായി ഒരു
ആ ഒരു ഏരിയയിലോട്ട് ഓൾറെഡി സോൺ ഷിഫ്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു എക്സ്റ്റിയുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് വളരെ തന്നെ കഠിനമായിരിക്കുമെന്ന് തോന്നുന്നു. കണ്ടിട്ട് എന്താണ് എക്സ്റ്റി ചെയ്യാൻ പോകുന്നത്, അവരുടെ എല്ലാ പ്ലേയേഴ്സും ഇതിൻ്റെ മണ്ടയ്ക്കുണ്ടെന്നാണ് തോന്നുന്നത്. എന്താണ് എക്സ്റ്റി, ഏത് ആംഗിളാണ് എക്സ്റ്റി ഹോൾഡ് ചെയ്യാൻ പോകുന്നത്, ഏത് ആംഗിൾ കൂടെ ആയിരിക്കും എക്സ്റ്റി കയറാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സോൺ ഷിഫ്റ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ എക്സ്റ്റി എക്സ്റ്റി ഈ ഒരു ഏരിയയിലോട്ട് കയറി വരുന്നുണ്ട്. അവർ ഇവിടുന്ന് പിക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. എന്തായിരിക്കും എക്സ്റ്റി ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഒന്ന ഭാഗ്യം കൊന്നു കളഞ്ഞു. ഓക്കെ, ഹിറ്റ്മാൻ, ഡ്രാഗൺ, ഹോക്കി, അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഗസി, പൂവള്ളി, വിറ്റോ, കാർലോ ആണ്. ഓക്കെ, കക്കാശി അവിടെ എക്സ്റ്റി ഒരു പ്ലെയറിനെ പിക്ക് ഓഫ് ചെയ്തു. എവിടാ? ഏ ഏ ഏ ഏ ഏ ഇവിടെ വണ്ടി ഇടിച്ചാണോ കൊന്ന് വെടിവെച്ചാണോ കൊന്നതെന്നറിയില്ല. ഒരു പ്ലെയർ ചത്തിട്ടുണ്ട്. നമ്മൾ കിൽ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചാണ് ചത്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റൻഷണൽ വീഡിയോ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഈ ടർഫിൽ എന്തായാലും ഒന്നും കറൻറ്റ്ലി ചെയ്യാൻ സാധിക്കില്ല. ആ പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. എക്സ്റ്റി സയൻ ഉസുമാക്കിയാണ് ഡൗൺ ആയിരിക്കുന്നത്. എടാ സയൻ ഉസുമാക്കി, സയൻ ഉസുമാൻ 8 ലൈവാണ് ഡോക്ടറെ. സൗണ്ട് ഉണ്ട്, എന്ത് പറ്റി? ഓക്കെ, ഫ്രഷ് അവിടെ റിക്കുണ്ടാവും. അല്ല, ഇറക്ക് AK ഡൈനും ഇത്രയും പേരുണ്ടാവും. അവരോടൊന്ന് കാര്യം അവതരിപ്പിക്കും കേട്ടോ. ഇവിടെ എന്താ പോട്ടെ. ഇതിൽ റയാൻ ഉസ്മാക്കി ഇതിലേ ഒരു പേര് വീഡിയോ ആയിട്ടുണ്ട്. സയൻ ഉസ്മാക്കി അവൻ എവിടെ നിൽക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കി. 8 ID 8 പുറമെ വണ്ടിയിൽ ചത്തിട്ടുണ്ട്. അപ്പം പുള്ളീനെ ഇതടിച്ചു വിട്, GR മേടിച്ചു വിട്, GR മേടിച്ചു വിട്. ഡെഡായതാണ്. ഓ, കക്കാശിനെ എക്സ്റ്റി വരദൻ റിക്ക് പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. എവിടാന്ന് മനസ്സിലാവില്ല. ഓക്കെ, വരദൻ റിക്ക് ഇവിടെ കക്കാശിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കിടിലൊരു പിക്ക്. കക്കാശിനെ അവർക്ക് ഡൗൺ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. KBയുടെ നല്ലൊരു കിടിലൻ പിക്കായിരുന്നു അത്. കക്കാശി ഡൗൺ ആയിട്ടുണ്ട്. നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കക്കാശിക്ക് ഇവിടെ എസ്കേപ്പ് ആകാനുള്ള അവസരം കിട്ടില്ലെന്ന് അവരുടെ പ്ലേയേഴ്സ് 3 പേര് ഈ ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എക്സ്റ്റിക്ക് ഓൾറെഡി 2 പ്ലേയേഴ്സ് ഡൗൺ ആണ്. എക്സ്റ്റി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. എന്താണ് എക്സ്റ്റി ചെയ്യാൻ പോകുന്നത്? ഇതില് ഓക്കെ, എന്താണ് എക്സ്റ്റി ഇനി ചെയ്യാൻ പോകുന്നത്? അവരുടെ 7ാമത്തെ ഐഡിയും കളിക്കുന്നില്ലല്ലോടാ.
ഓക്കെ, എക്സ് എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് വന്ന് അടുത്തൊരു സോൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി ഉടനെ തന്നെ ഒരു 4 മിനിറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റിൻ്റെ അകത്ത് അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത് എക്സ്റ്റിയുടെ സൈഡിലോട്ട് പോയ എക്സ്റ്റിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുപോലെ കെവിയുടെ സൈഡിലോട്ട് വന്ന് കെവിക്ക് ആയിരിക്കും നല്ലൊരു അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത്. കെവി ഓൾറെഡി ഹൈറ്റ് ഉള്ള ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട്. കെവിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഓൾറെഡി തന്നെ ഉണ്ട്. അവരുടെ എല്ലാ പ്ലേയേഴ്സും ഈ ഒരു ആംഗിളാണ് നോക്കി ഫോക്കസ് ചെയ്ത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തോ ഇത് അയ്യോ. ഓക്കെ, ഹിറ്റ്മാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഹിറ്റ്മാൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ആംഗിൾ മാറാനായിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഹിറ്റ്മാന് നല്ലൊരു സ്പ്രേ ട്രൈ ചെയ്യുന്നുണ്ട്. ഹിറ്റ്മാൻ ആ ഒരു വണ്ടിയുടെ പുറകിൽ കവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ നല്ലൊരു ടാഗ് കിട്ടി. അതേസമയം കോച്ചറി ഉണ്ടെങ്കിൽ നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. വരദപ്രിക് നല്ല രീതിയിൽ ഓപ്പൺ വന്നാണ് ഒരു സ്പ്രേ ചെയ്യുന്നത്. ബട്ട് തിരിച്ച് വേണ്ടത്ര ടാഗ് ഇല്ലാത്തത് കൊണ്ട് വലിയൊരു ഡാമേജ് പുള്ളിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഹംസക്ക് ഓക്കെ, കെ വി ലെഗസിയൊക്കെ താഴോട്ട് ചാടിയിട്ടുണ്ട്. എന്താണ് കെ വിയെ ചെയ്യാൻ പോകുന്നത്? എക്സിയുടെ എല്ലാ പ്ലേയേഴ്സും ഈ ഒരു ആംഗിളാണ് നിൽക്കുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹിറ്റ്മാൻ ആ ഒരു ആംഗിൾ ഹോൾഡ് ഓഫ് ചെയ്യുന്നുണ്ട്. ഒരു വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, റൈറ്റിൽ ഇറക്കി ചെയ്ത് വരും. ഓക്കെ, ഇതുവരെ വരുവാണെങ്കിൽ ആണോ, നമുക്ക് നോക്കാം. എന്തായാലും കറന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കറണ്ട് ടർഫിൻ്റെ അവസ്ഥ. കെ വിക്ക് ഓൾറെഡി ഹയർ ഗ്രൗണ്ട് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ക്ക് നല്ലൊരു പിക്ക് എടുക്കാൻ സാധിച്ചു കക്കാഷിയുടെ. അതേപോലെ തന്നെ സോൺ ഔട്ടിലാണ് ആ ഒരു പ്ലെയർ ചത്തിരിക്കുന്നത്. കക്കാഷിയുടെ വണ്ടി ഇടിച്ചാണ് ചത്തിരിക്കുന്നത്. ഇൻഷുറൻസ് മീഡിയം ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓ, ആ ഒരു വണ്ടി അവിടെ പൊട്ടിത്തെറിച്ചു. പക്ഷെ ഹിറ്റ്മാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തൊരു സോൺ വന്നിരിക്കുന്നത് അതെ അതെ, അന്ന് ഇപ്പുറത്തോട്ടായിരുന്നു, ഇന്ന് അപ്പുറത്തോട്ടായി അല്ലേ? യെസ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റിക്കാർക്ക് ഓൾറെഡി അറിയാം ഇവിടെ അവർക്ക് ഇവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല, പുഷ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണ് എക്സ്റ്റി ചെയ്യാൻ പോകുന്നത്? എക്സ്റ്റിയുടെ ഫുൾ ഫോം എന്തോ വരുന്നതാ? എക്സ്ട്രീം തറവാടല്ലേ? ഉള്ള വെള്ളം കുടിക്കട്ടെ. ഓക്കെ, എക്സ്റ്റി ഓൾറെഡി അയ്യോ പച്ചക്കുതിര പോയല്ലേ. അവിടെ ഇരുന്നോ, കുഴപ്പമില്ല. അയ്യ, ഇത് പച്ചക്കുതിര അല്ലേ? ഇത് പറ്റിച്ചടാ. മറ്റേ ട്യൂബിൽ വരുന്ന പ്രാണിയാണെന്നാണ് അത്. പ്രാണി എന്തൊക്കെ മോഹങ്ങളായിരുന്നു. നാളെ പോകുന്നു, 1 കോടി രൂപയുടെ ലോട്ടറി എടുക്കുന്നു, 1 കോടി അടിക്കുന്നു, 30% ഗവൺമെന്റിന് കൊടുക്കുന്നു, ബാക്കി ബാങ്ക് ഇടുന്നു, ശിഷ്ടകാലം സുഖമായി ജീവിക്കുന്നു. എല്ലാ സ്വപ്നവും ഒരു സെക്കൻഡിന്റെ ഒരു പ്രാണി തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റി ഇപ്പോഴും ആ ഒരു ഏരിയയിൽ തന്നെ അവർ കവർ ചെയ്ത് കളിക്കണം. അവരുടെ പ്ലേയേഴ്സ് തന്നെ അവരെ വണ്ടി ഇടിച്ച് കൊല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യമേ തന്നെ അവർക്ക് അവരുടെ ഒരു പ്ലെയർ വണ്ടി ഇടിച്ച് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത് കെവിയുടെ സൈഡിൽ നിന്ന് വണ്ടി ഇടിച്ച് അവർക്ക് രണ്ടാമത്തെ പ്ലെയർ നഷ്ടമായിരിക്കുകയാണ്. ഓക്കെ, സോൺ ഷിഫ്റ്റ് മൊത്തത്തിൽ ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ഇത് എക്സ്റ്റി എന്താണ് എക്സ്റ്റി ചെയ്യാൻ പോകുന്നത്? എക്സ്റ്റി എന്ത് ചെയ്യും? ഈ ഒരു സോൺ എക്സ്റ്റിക്ക് ഓ എൻ്റെ അമ്മേ 10 പേര് കൂടെ ഇവിടെ നിൽക്കാൻ പോവാണ്. എല്ലാരും വണ്ടി എടുക്കുക, ഈ സൈഡിലോട്ട് അങ്ങ് നേരെ അങ്ങ് കുത്തുക. കാരണം അവന്മാർക്ക് എല്ലാവർക്കും അടിക്കാൻ പറ്റത്തില്ല ഒറ്റയടിക്ക്. കാരണം അവര് പ്ലാൻ ചെയ്യട്ടെ എന്താ ചെയ്യേണ്ടത്. ഇടത്തൊക്കെ കണ്ട് തുടിക്കുന്നുണ്ടല്ലോ ദൈവമേ. കരയാനാണോ എന്തിനാണോ നോക്കാം നമുക്ക്. ജോ വന്നോ? ജടേ തരിപ്പ് ജോ. ഇവിടെ രേണി വെച്ച് കൊടുക്കണമായിരുന്നല്ലേ നമുക്ക്.
ഇവിടെ ഇങ്ങനെ ഏണി വെച്ച് കൊടുക്കണം നമുക്ക്. അപ്പം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറി വന്നിട്ട് പുതിയ പുതിയ സ്ട്രാറ്റജി എന്താ പറയുന്നത്, ഡിഫെൻഡിങ്ങിന് ഇതിൻ്റെ മേളിൽ ഇരിക്കാൻ പാടില്ല, പക്ഷേ അറ്റാക്കിങ്ങിന് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കയറാം. എന്താ പറയുന്നത്, നമ്മൾ തന്നെ ഒരു ഏണി വെച്ച് കൊടുക്കും ഇവിടുന്ന് ഇങ്ങനെ കയറാൻ വേണ്ടി. കിടക്കിടക്കിടക്കിടക്കിട എന്താ പറയുന്നത്, ഇതിൻ്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ അടിക്കും. കിടക്കിടക്കിട ഇവിടെ ഉള്ളവരൊക്കെ അടിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഡേവിസിന് പുതിയ ഒരു അറ്റാക്കിംഗ് അഡ്വാൻറ്റേജ്. ഓ നല്ലൊരു സ്പ്രേ. എല്ലാവരും ആ ഒരു ഏരിയയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് നല്ല സുഖ പരിപാടിയുണ്ട്. എന്താ അറിയാമോ? എന്താണ് എക്സ്ട്രാ ചെയ്യാൻ പോകുന്നത്? എക്സ്ട്രയ്ക്ക് 10 ലൈവാണ്, KVK 11 ലൈവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 പ്ലേയേഴ്സ് ചത്തില്ലായിരുന്നുണ്ടെങ്കിൽ എക്സ്ട്രയ്ക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടിയനല്ലേ. അവിടെ ഒരു വീഡിയം ഡെഡും 2 വീഡിയം ഡെഡുകളാണ് എക്സ്ട്രയ്ക്ക് വന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ലക്ക് ഇന്ന് അവരുടെ കൂടെ അല്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരാ തെറി പറഞ്ഞേ? ആരില്ലായിരിക്കും, ആര് പറയാനാ? അല്ലല്ല, കറൻ്റ്ലി അവരുടെ ഗ്യാങ് വെഹിക്കിള് സർവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ T40 ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, എല്ലാവരും നേരെ കൊണ്ടുവന്ന് ആ ഒരു ഏരിയയിലോട്ട് കുത്തിയിട്ടുണ്ട്. ഓ എന്തുമായത്, മഴയോ? ഓക്കെ, എക്സിന്റെ എല്ലാ പ്ലേയേഴ്സും ബ്ലഫ് നെക്സസ് ചത്തിരിക്കുകയാണ്. കോച്ചേരി ഉണ്ണിക്കൂടെ ചത്തിരിക്കുകയാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും സേവ്. ഓ താഴോട്ട് ചാടി. ഓക്കി, മൈക്കി, ഡ്രാഗൺ. അയ്യോ, മൈക്കി അവിടെ കടുവനെ ബുക്ക് ചെയ്ത്, എക്സ്റ്ററിക്ക് അൾട്ടോടെ ബുക്ക് ചെയ്ത്, ലെഗസി അവിടെ ബുക്ക് എടുത്തിട്ടുണ്ട്, മാമത്തിന്റെ ബുക്ക്, ഡ്രാഗൺ ബുക്ക്, കാർലോ ഒരു ബുക്ക്, അതുപോലെ വർക്കിന്റെ ബുക്ക്, ഓക്കി ഒരു ബുക്ക്. XT ഓൾ ഡൗൺ. എന്താ അവിടെ നടന്നേ? തീർന്നു. എന്താ ഇപ്പൊ സംഭവിച്ചേ? ഇതാരും ഇല്ലല്ലോ, എല്ലാം തീർന്നില്ലേ? അങ്ങനെ ഡേവിസ് എന്തായിരിക്കുകയാണ്?